ഇന്ന് നമുക്കൊരു ഇരുന്ന് റോസ്റ്റ് ബിരിയാണി ഉണ്ടാക്കി തരാം ഗൈസ്. ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകല്ലേ ഗൈസ്? യെസ്, ബിരിയാണി. ഓക്കെ ഗൈസ്, സെറ്റ് ഗൈസ്, അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാൻ ഗൈസ്. മെയിൻ ഷെഫ് കല്ലുപെണ്ണേ. അപ്പോൾ ഇത്രയ്ക്ക് സവാള മതി. ഇവിടെ വേറൊരു കുഞ്ഞു സവാള ഇരിക്കുന്നുണ്ട്. ഈ കുഞ്ഞു സവാള നമുക്ക് ബിരിയാണി വയ്ക്കേണ്ട, എടുത്ത് വയ്ക്കാം. അപ്പോൾ സവാളത്തെ നമ്മളിവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെറുതായിട്ട് വേണം ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മിക്സായിട്ട് വേണം കട്ട് ചെയ്യാൻ. അതിൻ്റെ ഇടയ്ക്ക് വീടിൻ്റെ അടുത്തുള്ള കുട്ടിയൊക്കെ വന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ വാട്ടറൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഒരു ബൗളിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം അതിലോട്ട് നമ്മളെ എരുന്നിട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ നന്നായിട്ട്. എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ അത്ര വേവിക്കാത്ത ടൈപ്പിൽ കുറച്ച് ലെവലിൽ വേണം ഇത് ഫ്രൈ ചെയ്യാൻ. ഓവറാക്കാത്ത രീതിക്ക് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ ഇത് കഴിക്കുന്ന ടൈമിൽ നല്ല ബോറായിരിക്കും. നമുക്കൊരു സത്യം പറഞ്ഞൊരു ക്ലിയർ ഇല്ലാത്ത എനിക്ക് തക്കാളി കട്ട് ചെയ്യാനുണ്ട്. തക്കാളി ഗൈസ് ഫൈനലി ഞാൻ അരിഞ്ഞു ഗൈസ്. അങ്ങനെ ഇരുന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഓവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ഇതാക്കാതെ കുറച്ച് എടുത്തിട്ട് മാത്രം ഫ്രൈ ചെയ്താൽ മതി, ഓവറാക്കാത്ത ലെവലിൽ. അതിനുശേഷം നമ്മൾ ആ എണ്ണയിൽ തന്നെ സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചതച്ചിട്ട് അതിടാം. അതിനുശേഷം നമ്മൾ തക്കാളി ഇട്ടിട്ട് വേവിക്കണം. അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും അതേപോലെ മുളക് പൊടിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതിന് ശേഷം അത് അതിലോട്ടുണ്ടെങ്കിൽ ചിക്കൻ മസാല, ഇതിലിടുന്ന മസാല ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇട്ട് നന്നായിട്ട് ഇതാക്കാം. അങ്ങനെ അത് ഏകദേശം റെഡിയായി. അതിന് ശേഷം നമ്മൾ അതിലോട്ട് തന്നെ ഈ ഒരു മസാല ഉണ്ടാക്കി വെച്ചിലോട്ട് വേണം എരുന്നിടാൻ വേണ്ടിയിട്ട്. എരുന്നുണ്ടാക്കിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. അവിടെ അരിയിൽ ഇടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ അതായിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് സെറ്റാക്കാൻ വേണം വയ്ക്കാൻ. ഇനി അരി എടുക്കണം. അരി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു തവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അരിയിൽ ചെയ്ത സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കണം മമ്മി വരുമ്പോഴത്തേനും. ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതിനുള്ള ഒരു വാല്യൂ മമ്മി തരില്ല. എരുന്തിതാ ഓൾമോസ്റ്റ് അല്ല, ഇത് ഫുൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിൻ്റെ കാര്യം കൂടി മാത്രം സെറ്റാക്കാനുള്ളൂ. ഞാനിവിടെ ഒരു പണി ഒപ്പിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് ഉരുക്കണം. അപ്പോൾ നെയ്യ് ഉരുക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ഞാൻ ഇട്ട് വെച്ചിട്ട് ഇതാക്കി. ഈ പാത്രം ഇതവിടെ ചുളുങ്ങിയിട്ട് എന്തോ ആയി, ഇനിയും ഫുള്ളാവാണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും പ്ലാസ്റ്റിക് അല്ലേ, അപ്പോൾ പിന്നെ ഉരുകുമല്ലോ. സത്യം പറഞ്ഞാൽ എനിക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ഫുള്ളായിട്ട് ഉരുക്കിക്കോട്ടെ. ഓക്കെ, സെറ്റ്. റൈസിലോട്ടുള്ള പോവാം. റൈസിൽ ഞാൻ കറുകപ്പെട്ട് അങ്ങനത്തെ എന്തൊക്കെ ഇടണം, അതൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഡാഡി ഞങ്ങൾ റീല് കണ്ടുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിൽ വരാഞ്ഞിട്ട് ഭയങ്കര സങ്കടം. തങ്കമ്മയ്ക്ക് ഹസ്ബൻഡ് മാത്രം യൂട്യൂബിൽ വന്നതിന്റെ വിഷമം. അതെ, അരി വറുക്കാൻ പോവാം ഗൈസ്. അങ്ങനെ സാലഡിനുള്ളത് കട്ട് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ദമ്മിട്ട് കഴിഞ്ഞു. അങ്ങനെ തന്നെയാണ് പറയാൻ തോന്നുന്നു, എനിക്കറിയില്ല. അപ്പം അതൊന്നും അത് ചോറ് ചെറുതായിട്ടൊന്ന് വേവേറി കൊഞ്ചം കുളയില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് റൈസ് കട്ട പിടിച്ചു, അത്രയ്ക്കേ ഉള്ളൂ. ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഒരു വീഡിയോയിൽ വരാം. ബൈ.